താറാവ് യോഹന്നാനെ തട്ടിയവർക്ക് ആ മുതൽ അനുഭവിക്കുവാൻ യോഗമുണ്ടാകുമോ? ക്രൈസ്തവവൽക്കരണത്തിന്റെ പേരിൽ ക്രിസ്തുവിനെയും അമേരിക്കയിലും കാനഡയിലുമുള്ള ക്രൈസ്തവരെയും ഒരുപോലെ വഞ്ചിച്ച താറാവ് യോഹന്നാനെ ഒടുവിൽ കൂടെ നിന്നവർ തന്നെ തെരുവുപട്ടിയെ കൊല്ലുന്നത് പോലെ ചതിച്ച് കൊന്നുകളഞ്ഞു. താറാവിന്റെ പൊണ്ടാട്ടിക്കും അദ്ദേഹം ഉണ്ടാക്കിയ മക്കൾക്കും താറാവിനോടൊപ്പം നിന്ന് പച്ചരി മേടിക്കുന്നവന്മാർക്കും ആ മരണത്തിൽ യാതൊരു പരാതിയുമില്ല, സംശയവുമില്ല. തീവട്ടി പന്തപ്പള്ളിയുടെ കള്ളനെ പോലെയുള്ള നോട്ടവും കുറുകലും മാധ്യമങ്ങളിലൂടെ നാം കണ്ടതാണ്. കെ.പി. യോഹന്നാനെ ഫോണിൽ വിളിച്ചിറക്കി വണ്ടിയിടിപ്പിച്ച് കൊല്ലുവാൻ അവസരമൊരുക്കിയത് സിജോ പന്തപ്പള്ളി എന്ന തീവട്ടിയാണ്. എതിർക്കുവാൻ സാധിക്കുമെങ്കിൽ സിജോ എതിർക്കട്ടെ. എനിക്കെതിരെ പരാതി കൊടുത്ത ജോജു പാച്ചർ പരാതിയിൽ പറഞ്ഞതുപോലെ പോലീസ് കേസെടുത്ത് എന്നെ അടക്കം പ്രതിയാക്കി അന്വേഷണം നടത്തണം. കൊലപാതകത്തിന്റെ നാൾവഴികൾ ഓരോന്നായി ഞങ്ങൾ ചുരുളഴിക്കാം. താറാവ് യോഹന്നാൻ പൊന്മാൻ വെള്ളത്തിൽ മുട്ടയിടുന്നത് പോലെ ഉണ്ടാക്കിയ ആ സ്വത്തുവകൾ കൂടുതൽ സുരക്ഷിതമാക്കുവാൻ ബിനാമികളുടെ പേരിലാക്കി അവസാനം ആ സ്വത്തുവകളെല്ലാം ബിനാമികളുടെ കയ്യിലായി. ഇനി എങ്ങനെ വീതം വെക്കണം എന്ന ആലോചനയിലാണ് ഇവർ. ആർക്കൊക്കെ താറാവ് യോഹന്നാന്റെ അവസ്ഥ ഉടനെ വരും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടുന്നത്. കണക്കില്ലാതെ കാശ് വന്നു പറഞ്ഞപ്പോൾ താറാവ് യോഹന്നാന്റെ സമനില തെറ്റിയതാണോ അതോ സമനില തെറ്റിയവന്റെ കയ്യിൽ കാശ് വന്നു പറഞ്ഞതിന്റെ കുഴപ്പമാണോ എന്ന് റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അതുപോലെയുള്ള മണ്ടത്തരങ്ങളാണ് ബുദ്ധിമാനായ കെ.പി. യോഹന്നാൻ കാട്ടിക്കൂട്ടിയത്. ആ മണ്ടത്തരങ്ങളാണ് ഒടുവിൽ കെ.പിയുടെ കഴുത്തിൽ കുരുക്കുമുറുക്കുവാൻ ഇടയാക്കിയത്. കാശ് വന്നു കുമിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ പുറങ്കാലിനടിച്ച് മാമോനെ ആശ്ലേഷിച്ച കടപ്പിലാരിൽ താറാവ് യോഹന്നാൻ. ഇവനെ വലിച്ചു കീറുവാനുള്ള നിയോഗം കർത്താവ് ഞങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. കയ്യിൽ കോടാനുകോടിയുള്ള തന്നെ ആർക്കും ഇനി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഈ കാശ് കൊണ്ട് തനിക്ക് ലോകം അടക്കി വാഴാമെന്ന് താറാവ് യോഹന്നാൻ കരുതി. അല്ലെങ്കിൽ അമേരിക്കൻ പൗരത്വമുള്ള യോഹന്നാൻ എങ്ങനെ ഇന്ത്യയിൽ സ്വത്തുക്കൾ സ്വന്തം പേരിൽ വാങ്ങിക്കൂട്ടുമായിരുന്നു? അതിന് ഒരു ഉദാഹരണം പറയാം. 2005 ആണ്ട് ഓഗസ്റ്റ് 1 തീയതി ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ കയ്യിൽ നിന്നും ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന റിലീജിയസ് ട്രസ്റ്റിന്റെ പേരിൽ അതിന്റെ മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് പ്രസിഡന്റ് എന്ന കപ്പാസിറ്റിയിൽ കെ.പി. യോഹന്നാന്റെ പേരിലാണ് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന 2263 ഏക്കർ വിവാദ ഭൂമി 63 കോടി രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങിയത്. ഒരു അമേരിക്കൻ പൗരന് മറ്റൊരു രാജ്യത്തെ റിലീജിയസ് ട്രസ്റ്റിന്റെ അധിപനായി ഇരുന്ന് കോടികളുടെ ഇടപാടുകൾ നടത്തുവാൻ സാധ്യമാണോ? അല്ല. പക്ഷേ കെ.പി. യോഹന്നാന് സാധ്യമായി. കാരണം കയ്യിൽ കാശുണ്ടെങ്കിൽ ഇവിടെ എന്ത് നടക്കുമായിരുന്നു? അതിന്റെ പ്രമാണം ഇതാണ്. പറ്റുമായിരുന്നെങ്കിൽ സെക്രട്ടേറിയറ്റ് പോലും താറാവ് യോഹന്നാൻ ഇവന്മാർ പതിച്ചു നൽകിയേനെ. ഈ അഹങ്കാരമാണ് ഇന്ന് സിജോ പന്തപ്പള്ളിയിലും നാം കാണുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും കോടികൾ മുടക്കിയാണെങ്കിലും ഞങ്ങൾ ഐറ്റ്വേയുടെ വായടപ്പിക്കുവാനുള്ള ഓർഡർ മേടിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ഇതുപോലെയുള്ള തരവഴികളാണ് ഒരേ സമയം അമേരിക്കൻ പൗരത്വവും ഇന്ത്യൻ പൗരത്വവും കൊണ്ട് യോഹന്നാൻ ചെയ്തു കൂട്ടിയത്. യോഹന്നാൻ മരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഇന്ത്യൻ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു എന്നോർക്കണം. യോഹന്നാൻ വാങ്ങിക്കൂട്ടിയ പല വസ്തുവകകളും ഇന്നും കെ.പി. യോഹന്നാന്റെ തണ്ടപ്പേരിലാണ് കിടക്കുന്നത്. കറണ്ട് ചാർജ് പോലും ഇന്നും അടയ്ക്കുന്നത് അമേരിക്കൻ പൗരനായ കെ.പിയുടെ പേരിലാണ്. കെ.പിയെ കൊന്നവർ ഇനി അവരുടെ പേരിലാക്കാൻ പെടാപ്പാട് വിടും. യോഹന്നാനെ തട്ടിക്കളയുവാൻ ഇവർ തീരുമാനിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് 8/3/2023 തട്ടിപ്പ് നടത്തുവാൻ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ട്രസ്റ്റിന്റെ പേര് മാറ്റി അയന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേര് മാറ്റിയ ട്രസ്റ്റിന് കെ.പി. യോഹന്നാനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കാണിച്ച് ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് പോത്തൻ എരുമേലി സൗത്ത് മണിമല വില്ലേജ് ഓഫീസർമാർക്ക് നൽകിയ ആ കത്ത്. കെ.പി. യോഹന്നാന് ട്രസ്റ്റുമായി യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ടാക്സ് വാങ്ങുവാൻ സാധ്യമല്ല എന്നാണ് താറാവ് യോഹന്നാന്റെ കൂലിക്കാരനായ ജേക്കബ് പോത്തൻ ഈ കത്തിലൂടെ പറഞ്ഞത്. ആ കത്തിന്റെ പ്രസക്ത ഭാഗം നമുക്കൊന്ന് വായിക്കാം. To the village officer Erimeli South Erimeli, the village officer Manimala village office Kottayam. Sir, subject regarding BC Cheruvalli estate basic land tax payment. Reference 1, judgment of the Honorable High Court of Kerala WP C 11515 2022 dated 25/11/2022. Reference to letter number 69/2023 dated 06/03/2023 of the village officer Erumeli South. Reference 3,
Letter number 71 bar 2023 dated 06/03/2023 of the village officer Manimala. This is in reply to letter referred as 2 and 3 above under instructions from respondents 1 to 3 among you in WPC 11515 bar 2022 mentioned as reference number 1 above. It may kindly be noted that by reference 1 above, the Honorable High Court of Kerala had directed your good self to accept the land tax in the name of Ayana Charitable Trust on being satisfied with the respect to change of name. Accordingly, we have produced necessary documents evidencing the change of name, which you refuse to accept and receive tax. Instead, you are stating that you will accept the land tax only in the name of Bishop Dr. K.P. Yohanan, who is no longer a trustee or functionary of the trust. It may kindly be noted that Ayana Charitable Trust, formerly known as Gospel for Asia, cannot pay the tax in the name of Bishop Dr. K.P. Yohanan, and furthermore, you are not entitled to receive any tax from Bishop K.P. Yohanan, who is having now no connection with the subject property. Your contention in the letter was not that you were not satisfied regarding the change of name. പെൻഷനായിട്ടും പിണറായി കാലാവധി നീട്ടിക്കൊടുത്ത ഒരു മുതിർന്ന IAS ഓഫീസറാണ് കുത്തകപ്പാട്ടം കഴിഞ്ഞ സർക്കാരിന് ഏത് നിമിഷവും തിരികെ എടുക്കാമായിരുന്ന ആ സർക്കാർ ഭൂമി KP യോഹന്നാന്റെ 2263 ഏക്കർ വിവാദ ഭൂമിക്ക് ലാൻഡ് ടാക്സ് അടയ്ക്കുവാൻ അവസരമൊരുക്കി കൊടുത്തത്. സെക്രട്ടേറിയറ്റിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ എതിർത്തിട്ട് പോലും അദ്ദേഹം അവരെ വെല്ലുവിളിച്ചു, നിനക്കൊന്നും ഒരു പുല്ലും ചെയ്യാൻ സാധ്യമല്ല, എന്നെ തടയാൻ സാധ്യമല്ല എന്ന്. അങ്ങനെ കോടതിയിൽ സർക്കാർ തോൽക്കുവാനുള്ള എല്ലാ അവസരവും ഈ മുതിർന്ന IAS ഓഫീസർ ഉണ്ടാക്കി. ഒടുവിൽ കോടതിയിൽ കേസ് 8 നിലയിൽ തോറ്റു. വില്ലേജിലെയും റവന്യൂവിലെയും ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കുവാൻ ഹൈക്കോടതിയുടെ ആ ഉത്തരവ് വളഞ്ഞ വഴിയിൽ സമ്പാദിച്ചു. ലാൻഡ് ടാക്സ് അടയ്ക്കുവാനുള്ള അവസരമുണ്ടാക്കി ഈ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ. KP യോഹന്നാന്റെ അനധികൃത എല്ലാ ഭൂമി ഇടപാടുകൾക്കും വേണ്ട ഉപദേശവും സംരക്ഷണവും സഹായവും സർക്കാർ സർവീസിലിരുന്ന് ഈ IAS ഓഫീസർ ചെയ്തു കൊടുത്തു. ഏറ്റവും ഒടുവിലായി ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ലാൻഡ് ടാക്സ് അടപ്പിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യം നിർവഹിച്ചു കൊടുത്ത ശേഷം സംതൃപ്തിയോടെ ഈ കാട്ടുകള്ളൻ നീട്ടിക്കിട്ടിയ കാലാവധി ഉപേക്ഷിച്ച് സർക്കാർ സർവീസിന്റെ പടിയിറങ്ങി. ഇവന്റെ കൊള്ള മുതൽ സർക്കാർ കണ്ടുകെട്ടണം, ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും ചെയ്യണം. തെളിവുകൾ ഞങ്ങൾ നൽകും. പ്രത്യുപകാരമായി കോടികളാണ് ഇയാൾ KP യോഹന്നാനിൽ നിന്നും കൈപ്പറ്റിയത്. അതുപോലെ ഈ കള്ളന്റെ മകൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ MD ചെയ്യുന്ന സമയത്ത് സൗജന്യമായി താമസിക്കുവാൻ ഫ്ളാറ്റും കാറുമടക്കം നൽകിയത് താറാവ് യോഹന്നാനായിരുന്നു. ശബരിമല എയർപോർട്ട് പദ്ധതിക്ക് ലാൻഡ് ടാക്സ് അടപ്പിക്കുന്നതിന് മുമ്പ് സ്ഥലം നൽകിയാൽ ഭൂമിയുടെ തുക സർക്കാർ കോടതിയിൽ കെട്ടിവെച്ചാൽ KPയെ കൊന്ന കള്ളന്മാർക്ക് ഒന്നും കയ്യിൽ കിട്ടില്ല എന്നതുകൊണ്ട് ഈ IAS ഓഫീസർ തന്നെ ആ പദ്ധതി പൊളിച്ചു കൊടുത്തു. ഇപ്പോൾ ലാൻഡ് ടാക്സ് അടച്ചു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തെ കൊണ്ട് ആ പദ്ധതിക്ക് ജീവൻ വെപ്പിക്കുവാനുള്ള തീവ്ര ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. മുഴുവൻ തുകയും ഇനി കയ്യിൽ കിട്ടുമല്ലോ. സർക്കാർ ഭൂമിയാണെന്ന് ഓർക്കണം. ഈ കുള്ളനും കള്ളനുമായ IAS ഓഫീസർ കുത്തകപ്പാട്ടം കഴിഞ്ഞ ചെറുവള്ളി എസ്റ്റേറ്റിന് ലാൻഡ് ടാക്സ് അടപ്പിച്ചു കൊടുക്കുവാൻ കടഞ്ഞ് പരിശ്രമിച്ചതിന് പിന്നിൽ മറ്റൊരു വലിയ ഡീല് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം. കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി കുത്തകപ്പാട്ട കാലാവധി കഴിഞ്ഞ കോർപ്പറേറ്റുകളുടെ കയ്യിൽ ഉള്ളതായ കുറഞ്ഞത് 5 ലക്ഷം ഏക്കർ ഭൂമി ഉണ്ട്. ഉദാഹരണത്തിന് ഹാരിസൺസ് മലയാളം, AVT, കണ്ണൻ ദേവൻ പോലെയുള്ള വൻകിട കമ്പനികൾ. കുത്തകപ്പാട്ടം കഴിഞ്ഞ ചെറുവള്ളി എസ്റ്റേറ്റിന് ലാൻഡ് ടാക്സ് അടച്ചു കൊടുത്തതിലൂടെ ബാക്കിയുള്ളവർക്കും അവരുടെ കൈവശമിരിക്കുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമിക്ക് ലാൻഡ് ടാക്സ് അടച്ച് അവരുടെ തണ്ടപ്പേരിൽ വസ്തുവാക്കുവാനുള്ള സുവർണാവസരമാണ് ഈ കള്ളൻ ഒരുക്കി കൊടുത്തത്. 5 ലക്ഷം ഏക്കർ സർക്കാർ ഭൂമി അങ്ങനെ വമ്പൻ കോർപ്പറേറ്റുകളുടെ കയ്യിൽ ആകുവാനുള്ള സുവർണാവസരം ഒരുക്കി കൊടുത്തു. അവസാനം ശബരിമല എയർപോർട്ട് പദ്ധതിയും മുടങ്ങി. ഇവരുടെ കച്ചവടം നടന്നു. ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനാണ് കഴിഞ്ഞ കൊല്ലം വിജയൻ നവകേരള യാത്ര സംഘടിപ്പിച്ചത് എന്നോർക്കണം. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ആയിരുന്നു ഇവരുടെ പ്രോജക്റ്റിന്റെ കൺസൾട്ടന്റ് എന്നും ഓർക്കണം. ഈ ഇടപാടിന്റെ കമ്മീഷനാണ് പ്രമുഖന്റെ മകളുടെ അക്കൗണ്ടിൽ വിദേശത്ത് നിക്ഷേപിച്ചു കൊടുത്തത്. ഇനി അതെല്ലാം പുറത്തു വരണം. KP യോഹന്നാൻ കൊല്ലപ്പെട്ട സമയത്ത് ആ പ്രമുഖൻ കേരളത്തിൽ ഇല്ലായിരുന്നു എന്നത് എത്ര പേർ ശ്രദ്ധിച്ചു? താറാവ് യോഹന്നാന്റെ ശവമടക്ക് കൂടുവാനാണ് വിദേശയാത്ര വെട്ടിച്ചുരുക്കി ആ പ്രമുഖൻ വന്നത് എന്ന് ഞങ്ങൾ വാർത്ത നൽകിയപ്പോൾ അയാൾ ശവമടക്കിന് പോയില്ല എന്നതും നാം ശ്രദ്ധിക്കണം. താറാവ് യോഹന്നാൻ മാർ അത്തനേഷ്യസ് യോഹാൻ എന്ന പേരിൽ ഇന്ത്യയിലെത്തുമ്പോൾ ചുവന്ന നൈറ്റിയും പൂച്ചാണ്ടി വേഷവും ഇട്ട് നടന്നിരുന്നു. എങ്കിലും അമേരിക്കയിലോ കാനഡയിലോ ഈ വേഷം കെട്ടുകയോ ഈ പേര് ഉച്ചരിക്കുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. താൻ ബിഷപ്പാണെന്ന് പറയുകയോ പോലും ചെയ്തിട്ടില്ല.
എന്തുകൊണ്ട്? അതിനുള്ള ഏറ്റവും വലുതും ലേറ്റസ്റ്റുമായ തെളിവ് കാണുക. കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഹൂസ്റ്റൺ മെയ് 15 2024 നൽകിയ ഒരു കത്താണ് ഇനി ഞാൻ വായിക്കുവാൻ പോകുന്നത്. കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഹൂസ്റ്റൺ മെയ് 15, 2024. To whomsoever this may concern. This is to certify that the Consulate General of India, Houston, has no objection to transport to India the human remains of late Mr. Yohannan Kadapillaril Punnus, holder of Indian OCI card number A562390, issued on 12th March 2010. Mr. Yohannan Kadapillaril Punnus passed away on 8th May 2024. Death certificate, embalming certificate, cremation certificate and burial transit permit certificate duly attested by the consulate are attached herewith. Subbalakshmi Mohan, Consulate General of India, Houston. ബറിയൽ ട്രാൻസ്മിറ്റ് പെർമിറ്റിലും ഇതേ പേരാണ് നൽകിയിരിക്കുന്നത്. ബിഷപ്പ് എന്നൊരു പരാമർശം പോലും ഇതിലില്ല. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതുപോലെ എംബാമിംഗ് അഫിഡവിറ്റിലും പറഞ്ഞിരിക്കുന്നത് യോഹാൻ കടപ്പിലാരിൽ പുന്നൂസ് എന്നാണ് ഇതിലും പേര് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡാലസ് കൗണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് അഡ്മിനിസ്ട്രേഷന്റെ ലെറ്ററിലും പറഞ്ഞിരിക്കുന്നത് ടു ഹൂം ഇറ്റ് മേ കൺസേൺ. ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് ഐ ഹാവ് എക്സാമിൻഡ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെത്ത് ഫോർ യോഹന്നാൻ കടപ്പിലാരിൽ പുന്നൂസ്, ഡേറ്റ് ഓഫ് ബർത്ത് April 8, 1950, who expired on May 8, 2024, Methodist Dallas Medical Center. We have determined that there is no risk to health to transport the remains to Cochin. അതുപോലെ എല്ലാ രേഖകളിലും പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ കടപ്പിലാരിൽ പുന്നൂസ് എന്നാണ്. ബിഷപ്പെന്നോ മാർ അത്തനേഷ്യസ് യോഹാനെന്നോ ബിലീവേഴ്സ് ചർച്ച് എന്നോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയിൽ ഒരു സ്ഥലത്ത് പോലും ബിലീവേഴ്സ് ചർച്ച് എന്നൊരു പരാമർശം പോലും എങ്ങും നടത്തിയിട്ടില്ല. അവിടെയുള്ളത് ഗോസ്പൽ ഫോർ ഏഷ്യയാണ്. ആശുപത്രിയിലും വലിയ മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട്. ഒരു നോർമൽ ഡെത്ത് എന്ന നിലയിലാണ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പിന്നാലെ. എല്ലാ റെക്കോർഡ്സിലും പാസ്പോർട്ടിലും താറാവ് യോഹന്നാന്റെ പേര് യോഹന്നാൻ കടപ്പിലാരിൽ പുന്നൂസ് എന്നാണ്. ഓർക്കുക, അമേരിക്കയിൽ സാധാരണ വേഷം, എന്നാൽ ഇന്ത്യയിലെ രേഖകളിലെല്ലാം മോർ അത്തനേഷ്യസ് യോഹാൻ മെട്രോപൊളിറ്റൻ. അതുകൊണ്ടാണ് താറാവ് യോഹന്നാൻ മരിച്ചിട്ട് അമേരിക്കയിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാകാതിരുന്നത്. ഏതോ ഒരു കടപ്പിലാരിൽ യോഹന്നാൻ മരിച്ചു, അത്ര തന്നെ. ആർക്കും പരാതിയില്ല. പിടിവിടാതിരിക്കുവാൻ ശവവുമായി എല്ലാം കൂടി ഇന്ത്യയിലേക്ക് കടന്നു കളഞ്ഞു. പിന്നീട് ഇവിടെ വമ്പൻ ഷോ സിനിമാ സംവിധായകന്റെ ഡയറക്ഷനിൽ താറാവ് യോഹന്നാൻ നടത്തിയ ആൾമാറാട്ടവും തട്ടിപ്പും അന്വേഷിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇയാൾ സുകുമാരക്കുറുപ്പിന്റെ അപ്പനാണ് എന്നതാണ്. അത്ര തരികടകളാണ് ഇയാൾ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഓരോ രാജ്യങ്ങളിലും ഓരോ സ്റ്റൈലിലും പേരുകളിലും ഓപ്പറേഷൻ. ഇന്ത്യയിൽ നടത്തിയത് ഒന്നുമല്ല. കേരളത്തിൽ എല്ലാ ജില്ലകളിലും പള്ളികൾ പണിയുവാൻ എന്ന പേരിൽ 10-15 സെന്റ് വീതം വാങ്ങിക്കൂട്ടിയ അപ്രധാന സ്ഥലങ്ങളെല്ലാം വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു വലിയ റാക്കറ്റ് തന്നെ ഉണ്ട്. ഇപ്പോഴുള്ള പള്ളികളുടെ അവസ്ഥ കാണുക. സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായി മാറി ഈ പള്ളികൾ. കോണ്ടം വരെ പള്ളികളിൽ നിന്നും ഞങ്ങൾ കണ്ടെടുത്തു. അതിന്റെ വിശദാംശങ്ങൾ പിന്നാലെ. കെ പി യോഹന്നാനെ കൊന്ന് വസ്തുവകകൾ കൈക്കലാക്കി എത്രയും വേഗം വിറ്റ് മുതലാക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കെ പി യോഹന്നാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിയ പരാതിയിൽ ഒരു തീരുമാനമാകുന്നതുവരെ കെ പി യോഹന്നാൻ വക കടലാസ് ട്രസ്റ്റുകളുടെ പേരിൽ വാങ്ങിക്കൂട്ടിയ വസ്തുവകകളുടെ വിൽപ്പനയിലും ട്രസ്റ്റുകളുടെ ലയനവും തടയണം എന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ കോടതിയെ എത്രയും വേഗം സമീപിക്കണം. കെ പി യോഹന്നാനെ കൊന്നതിൽ സിജോ പന്തപ്പള്ളിയോടൊപ്പം കെ പി യോഹന്നാന്റെ കുടുംബക്കാരും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് വ്യാപാരം നിയന്ത്രിക്കുന്ന വമ്പൻ സാമ്പത്തിക ശക്തികളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇസ്ലാമിക തീവ്രവാദികളുടെ ഇന്ത്യയിലേക്കുള്ള ഫണ്ട് കടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായിരുന്നു കെ പി യോഹന്നാന്റെ ഈ കമ്പനി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ പിന്നാലെ. ഇത്രയും വസ്തുതകൾ ഞാൻ പുറത്തുവിട്ടതിനെ തുടർന്ന് ഞാൻ നാളെ കൊല്ലപ്പെടുകയോ എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുകയോ ചെയ്തേക്കാം. പക്ഷേ സത്യമെല്ലാം പുറത്തു വരും. അത് തടയുവാൻ ആർക്കും സാധ്യമല്ല. താറാവ് യോഹന്നാന്റെ തരികടകളും യോഹന്നാനെ കൊന്ന തീവെട്ടുകളുടെ ഞെട്ടിക്കുന്ന ചെയ്തികളും പിന്നാലെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.